രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം തന്നെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ് അളന്നെടുത്ത് നന്നായിട്ട് തിരുമ്മി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പോയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള പച്ചക്കറിക്കടയിൽ പോയിട്ട് നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചു. രാവിലെ വെളുപ്പിന് എണീക്കുമ്പോൾ തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സാമ്പാർ കൂട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയൊരു ഇടങ്ങേറ് പിടിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കഷ്ണങ്ങൾ എത്രത്തോളം എടുക്കണം എന്നുള്ളൊരു ആലോചനയാണ് കേട്ടോ. എനിക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ സാമ്പാർ തീരൂല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ കൂട്ടി മടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കഷ്ണങ്ങൾ മാത്രം എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളമൊഴിച്ച് ചെറിയൊരു കഷ്ണം കായോടെ ഇട്ട് കൊടുക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പോടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പ് തൊട്ടപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെന്ത് കിട്ടി. കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് അങ്ങനെ നന്നായി വെന്ത നമ്മുടെ പരിപ്പും ചേർത്ത് പിന്നെ നമ്മുടെ കടുകൊക്കെ താളിച്ച് വെച്ചപ്പോഴത്തേക്കും സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ അടുപ്പ് നന്നായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഡലിയും സമയത്തിനായി കിട്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക മണ്ണിൻ്റെ കുഞ്ഞുരുളിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ സാമ്പാറൊക്കെ ഒഴിച്ച് വെച്ച് നമ്മുടെ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡലിയാണ്. അപ്പോൾ അതും കൂട്ടി കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. കമൻറ്റും ചെയ്യണേ. താങ്ക്